നാടിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇതിനോടകം ഈ ഇവിടുത്തെ ഈ തടാകവും ഇവിടുത്തെ ഈ വാക്വേ ഒക്കെ. ഇതെങ്ങനെയാണ് നാട്ടുകാർ ഉപയോഗപ്പെടുന്നത്? ഇത് പ്രധാനമായും രാവിലെ നടക്കാനും വൈകുന്നേരത്തെ ഉല്ലാസത്തിനൊക്കെ ആയിട്ടാണ് ഇവിടെ നാട്ടുകാർ ഉപയോഗപ്പെടുത്തുന്നത്. നാട്ടുകാർ മാത്രമല്ല, ഇപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇവിടുത്തെ MLA-യും മന്ത്രിയുമായിട്ടുള്ള രാജീവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ വിവിധ ക്ലബ്ബുകൾ, ലൈബ്രറികൾ എല്ലാം ചേർന്നുകൊണ്ടുള്ള വലിയൊരു കൂട്ടായ്മ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഏറ്റവും ഫലപ്രദമായി തന്നെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ തൊട്ട് 5 മണി തൊട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ ഒരു നിര തന്നെ ഉണ്ടല്ലേ, ഈ വാക്കിങ്ങിനും ജോഗിങ്ങിനും ഒക്കെ എത്തുന്ന ആൾക്കാർ? ഉണ്ട്. അവരെ അങ്ങനെ വരാനാവശ്യമായിട്ടുള്ളൊരു ഭൗതിക സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പൺ ജിമ്മും അതേപോലെ തന്നെ എല്ലാ മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് നടക്കാനാവശ്യമായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. നാട്ടുകാർ ഉപയോഗിക്കുന്ന വഴിയാണ്. ആ വഴി സംബന്ധിച്ചിപ്പോൾ അത് ടൈൽ ചെയ്ത് മനോഹരമാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി MLA തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വരും. ഇത് ടൂറിസം മന്ത്രി തന്നെ ഇവിടെ ഈ കഴിഞ്ഞ പഴന്തോട് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഇത് കുറേ കൂടി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള, മനോഹരമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയെല്ലാം സ്വീകരിക്കും എന്ന് അദ്ദേഹം തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലും ചില കാര്യങ്ങൾ ഇതിൻ്റെ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരും എന്നുള്ള പ്രതീക്ഷയാണ് പഞ്ചായത്തിനുള്ളത്.